everyone, എല്ലാവർക്കും എമിസ് വ്ലോഗ്സിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബ്രസ്റ്റ് പമ്പ്സിനെ കുറിച്ചാണ് കേട്ടോ. അപ്പം എനിക്ക് ആക്ച്വലി ഇതിനെപ്പറ്റി വലിയൊരു അറിവില്ലായിരുന്നു. അത് കാരണം എനിക്ക് കുറേ പൈസ ഇതിൻ്റെ മുകളിൽ ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു വീഡിയോ ഷെയർ ചെയ്തുകൂടാന്ന്. അപ്പോൾ ഞാൻ പലതരത്തിലുള്ള ബ്രസ്റ്റ് പമ്പ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പ്രൈസ് അങ്ങനെ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളതായിരിക്കും ഈ ഒരു വീഡിയോ വരാൻ പോകുന്നത് കേട്ടോ. ഈ ബ്രസ്റ്റ് പമ്പ്സ് വരുന്നത് രണ്ട് കാറ്റഗറിയിലാണ്. ഒന്ന് മാനുവലും ഒന്ന് ഇലക്ട്രിക്കും. ഇലക്ട്രിക്കിൽ തന്നെ നമുക്ക് വിയറബിൾ ആയിട്ടുള്ള ബ്രസ്റ്റ് പമ്പ്സും ഉണ്ട്, കോർഡഡ് ആയിട്ടുള്ള ബ്രസ്റ്റ് പമ്പ്സും ഉണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് മാനുവൽ ബ്രസ്റ്റ് പമ്പ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഈ കാണുന്നതാണ് മാനുവൽ ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത്. നമ്മൾ മാനുവൽ പേര് തന്നെ മെൻഷൻ ചെയ്യിക്കുന്ന പോലെ നമ്മൾ പമ്പ് ചെയ്യേണ്ടത് മാനുവലി ആണ്. ഇത് കണ്ടില്ലേ, ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു ആക്ഷനാണ് ഇതിന്റെ പമ്പിങ് വരുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബോട്ടിൽ ഉണ്ടാവും. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് ഈ ബോട്ടിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് ചെറിയൊരു ഡക്ക് വാൽവ്, അങ്ങനെ വാൽവ് അങ്ങനെ പറയുന്നതാണ്. ഇവിടെയാണ് നമ്മളുടെ നിപ്പിൾ ബ്രസ്റ്റ് ഭാഗം പ്ലേസ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഈ ഒരു ആക്ഷൻ കാരണം അങ്ങനെ നമ്മളുടെ മിൽക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ് മാനുവൽ ബ്രസ്റ്റ് പമ്പ്. ഇങ്ങനെയാണ് യൂഷ്വലി എല്ലാം തന്നെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഏകദേശം സെയിം, എല്ലാം ഒരു സെയിം മോഡൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതിപ്പോ വരുന്നത് പീജിന്റെ ബ്രസ്റ്റ് പമ്പാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1000 ആണെന്ന്, 900 സംതിങ് ആയിരുന്നു എന്ന് തോന്നുന്നു വാങ്ങിച്ചപ്പം. അപ്പൊ ഇത് 200 ml ഒരു ബോട്ടിലാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഈ മാനുവൽ ബ്രസ്റ്റ് പമ്പിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രൈസ് കുറവായിരിക്കും കേട്ടോ. അതാണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒത്തിരി ബ്രസ്റ്റ് മിൽക്ക് ഫ്ലോ ഉള്ളവർക്കാണെങ്കിൽ ഈ മാനുവൽ ഫ്ലോ ഓക്കെ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു മാനുവൽ ഇന്റർവെൻഷൻ ആണല്ലോ നമുക്ക് വേണ്ടത്. അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ്. നമ്മളിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളെ കൈ എന്തായാലും ഒത്തിരി നേരത്തേക്ക് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും കൈയൊക്കെ കഴിക്കാനും നല്ല വേദന എടുക്കാനും തുടങ്ങും. അതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറിയാണ് ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ്. അപ്പൊ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പിലും സെയിം നമ്മുടെ മാനുവൽ ബ്രസ്റ്റ് പമ്പിൽ കണ്ട പോലെ തന്നെ ആ ബോട്ടിലും ഇങ്ങനെ ഒരു വാൽവ് അങ്ങനെയുള്ള ഒരു പാർട്ടാണ് ഇതിലുള്ളത്. പിന്നെ അഡീഷണലി വരുന്നത് ഒരു ബാറ്ററിയാണ് കേട്ടോ. അപ്പൊ ബാറ്ററി എന്ന് പറയുന്നത് ഇതാണ്. ഇതിപ്പം കോർഡഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത്. ഇത്ര ഒരു സൈസ് ഉണ്ടാവും. ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് ലവ് ലാപ്പിന്റെ ബ്രാൻഡാണ് കേട്ടോ. അപ്പം ബാറ്ററി ഈ ഒരു സൈസ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാറ്ററിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ ഒരു കോഡ് ഉണ്ടാവും. അതിന്റെ എൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. അപ്പൊ ഈ ഒരു ഭാഗം നമ്മുടെ ബോട്ടിലിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ ഓൺ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു യാതൊരു മാനുവൽ ഇന്റർവെൻഷനും ഇല്ലാതെ ഇതിങ്ങനെ മിൽക്ക് പമ്പ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ബ്രസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ മാനുവലിൽ ചെയ്യുന്ന പോലെ സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. ജസ്റ്റ് അറ്റാച്ച് ചെയ്യുക ബ്രസ്റ്റിലേക്ക്, എന്നിട്ട് ഇവിടെ ഓൺ ചെയ്യുക. അപ്പം ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി തന്നെ അത് പമ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇവിടെ ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട് കേട്ടോ. അപ്പം അത് കൂടുതൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഇങ്ങനെ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് എന്തായാലും മനസ്സിലാവും. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് പ്രഷർ എന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. ഒരു സക്ഷൻ പവർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളത് സക്ഷൻ പവർ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. മാനുവലിൽ നമുക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരു ചിലപ്പോൾ നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇത് ഒന്നുകൂടെ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡിൽ നമുക്ക് പ്ലസ് മൈനസ് ബട്ടൺ ഉണ്ട്. നമ്മുടെ സക്ഷൻ പവർ നമുക്ക് ഇതിന് വേരി ചെയ്യാം. പിന്നെ വേറെ കുറേ മോഡ്സും ഇതിൽ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇലക്ട്രിക് കോർഡഡ് ആയിട്ടുള്ള ബ്രസ്റ്റ് പമ്പ് വരുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി വെച്ചിട്ട് നമുക്കൊരു ഐഡിയൽ പൊസിഷനിൽ എന്നാലും ഇരിക്കണം. നമ്മളിങ്ങനെ ക്യാരി ചെയ്ത് നടക്കാൻ ഇതുകൊണ്ട് പറ്റില്ലല്ലോ. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രായായിട്ട് അറ്റാച്ച് ചെയ്ത് കൈ ചിലപ്പോൾ ഫ്രീ ആക്കാം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതിനുള്ളത്. നമ്മളുടെ കൈ വേറെ പെയിൻഫുൾ അല്ലല്ലോ, നമുക്ക് മാനുവൽ ഇന്റർവെൻഷൻ ഇല്ല. അപ്പോൾ യാതൊരു കൈക്കൊക്കെ ഫ്രീ ആയിട്ട് ഇടാം. അപ്പോൾ ഫ്രീ ആയിട്ട് ഇരുന്ന് പമ്പ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് മോഡ്സും ഉണ്ട്. അപ്പം അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ മിൽക്ക് സപ്ലൈ ഉള്ളവർക്കും ഇതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. കാരണം നമ്മൾ കുറച്ച് നേരെ വരുന്നിട്ട് പമ്പ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ ഒരേ ഒരു കാരണം ഇതിൻ്റെ പ്രൈസാണ് കേട്ടോ. പ്രൈസ് കുറച്ച് കൂടുതലാണ് ഈ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പിലേക്ക് വരുമ്പോൾ. നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രിക്കിലെ വിയറബിൾ ആയിട്ടുള്ള ബ്രസ്റ്റ് പമ്പാണ് കേട്ടോ. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞ ഏറ്റവും നല്ല യൂസ്ഫുൾ ആൻഡ് കൺവീനിയൻ്റ് ആയിട്ടുള്ള ബ്രസ്റ്റ് പമ്പ് എന്ന് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറയുക വിയറബിൾ ആയിരിക്കും കേട്ടോ. അപ്പം
ഇത് കണ്ടില്ലേ, ജസ്റ്റ് ഇങ്ങനെ ഒരു പാർട്ട്. ഇതിൻ്റെ ബാറ്ററി ഇതാണ്, അതായത് കോഡ്ലെസ് ആണ്, വിയറബിൾ ആണ്. ഡയറക്റ്റ് നമ്മൾ ബ്രസ്റ്റിലേക്ക് വെച്ചിട്ട് നമ്മൾ ഫ്രീ ആയിരിക്കും, നമുക്ക് വേണമെങ്കിൽ വേറെ ജോലികളൊക്കെ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി സ്പെസിഫിക് ആയിട്ട് ബ്രാസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കുന്നത്. അത് വാങ്ങണമെന്നൊന്നുമില്ല, നോർമൽ ബ്രാസിലും കുറച്ച് ലൂസ് ആയിട്ടുള്ള ബ്രാസിലായാലും ഇത് ഫിറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ബാറ്ററീൻ്റെ സൈസ് ആണെങ്കിലും ഓൾമോസ്റ്റ് ഒരു ചെറുതാണ്. ഇപ്പോൾ ബാറ്ററി ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിലാണ് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു ലിഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബ്രസ്റ്റ് പ്ലേസ് ചെയ്യേണ്ടത്. ബാക്കി ഇത് ഇച്ചിരി ഒരു ഡിഫറെൻ്റ് ആണ് മറ്റേ ഇലക്ട്രിക്കും. സാധാരണ അത് ബോട്ടിലല്ലേ വരുന്നത്. ഇവിടെ മിൽക്ക് കളക്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തേക്കായിരിക്കും മിൽക്ക് കളക്ട് ആവുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഉള്ളിൽ കണ്ടില്ലേ, ഉള്ളിൽ നോക്കുമ്പോൾ മറ്റേ ആ ഒരു വാൽവ് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വാൽവൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു വാൽവാണ് നമ്മളുടെ സക്ഷൻ നടത്തുന്നത്. അപ്പം ഇങ്ങനെയാണ് വിയറബിൾ ആയിട്ടുള്ള ബ്രസ്റ്റ് പമ്പ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതായിരിക്കും മോർ കൺവീനിയൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. ബിക്കോസ് ഇനീഷ്യലി എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ വിയറബിൾ ആയിട്ടുള്ള പമ്പൊക്കെ ഉണ്ടെന്ന് കേട്ടോ. അപ്പം ഞാൻ പിന്നെയാണ് കൂടുതൽ സെർച്ച് ചെയ്തപ്പോഴാണ് കുറേ വീഡിയോസൊക്കെ കണ്ട് മെയിനായിട്ട് നമ്മുടെ പുറത്തുള്ളവരാണ് മെയിനായിട്ട് ഇങ്ങനത്തെ വിയറബിൾ പമ്പ്സാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടാണ് മനസ്സിലാക്കിയത് ഇങ്ങനെ വിയറബിൾ പമ്പ്സ് ഉണ്ടെന്നാണ്. ഇതിൻ്റെയും അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മോർ കൺവീനിയൻ്റ് ആണ്. നമുക്ക് ഇത് പമ്പ് ചെയ്തുകൊണ്ട് ആ ഒരു ടൈം കൂടെ നമുക്ക് മറ്റുള്ള കാര്യത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതും കോസ്റ്റ്ലി ആണ് കേട്ടോ. ഈ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പിൻ്റെ സെക്ഷൻ വരുമ്പോഴത്തേക്കും നല്ല കോസ്റ്റ്ലി ആണ്. ഇത് അറൗണ്ട് 3000 സംതിങ് അത്ര ആവുന്നുണ്ട്. നേരത്തെ കാണിച്ച് കോഡഡ് ആയാലും 3000 സംതിങ് വരുന്നുണ്ട് കേട്ടോ. ഇനി വരുന്ന മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏത് ബ്രസ്റ്റ് പമ്പാണ്. ഇപ്പം ഞാൻ 3 കാണിച്ചു, ഇതിൽ ഏതാണ് നമുക്ക് യൂസ്ഫുൾ ആവുക അത് ഓരോരുത്തരുടെയും യൂസിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. ഇപ്പം നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒക്കേഷണലി ഒരു യൂസ് ചെയ്യുള്ളെങ്കിൽ അതിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒക്കേഷണലി നിങ്ങൾക്ക് ഒരു യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒത്തിരി പൈസയൊന്നും വേസ്റ്റ് ചെയ്യേണ്ട. എന്തായാലും മാനുവൽ പമ്പ് വാങ്ങിയാൽ മതി. പക്ഷെ കുറച്ച് നമ്മളിരുന്ന് ടൈം കണ്ടെത്തി നമ്മുടെ കുറച്ച് എനർജിയൊക്കെ വേസ്റ്റ് ആവുന്നൊരു പ്രോസസ്സാണ് മാനുവൽ പമ്പിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഉള്ളെങ്കിൽ മാനുവൽ പമ്പ് പോകുന്നതായിരിക്കും ബെറ്റർ. ഇനി നിങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് പമ്പ് ചെയ്യില്ല, മിക്കവാറും ഒരു 3-4 തവണയൊക്കെ ഒരു ഡെയിലി പമ്പ് ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ എന്തായാലും ഇലക്ട്രിക് പമ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കാരണം നമ്മൾ അത്രയും ടൈം വേസ്റ്റ് ആവും, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി നേരം ഇരിക്കേണ്ടി വരും. ഈ പമ്പിങ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒത്തിരി നേരം ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പം അതിൽ ഈ ഇലക്ട്രിക് പമ്പ് ചൂസ് ചെയ്താൽ നമുക്ക് ഇച്ചിരി കൂടി ഒരു ടൈം കുറച്ച് കിട്ടും. അതുകൊണ്ട് ഇലക്ട്രിക് പമ്പിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇനി ഇലക്ട്രിക്കിൽ തന്നെ സ്യൂട്ടബിൾ ആവുക വിയറബിൾ ആയിരിക്കും കേട്ടോ ഒന്നുകൂടെ. അപ്പോൾ വിയറബിൾ ആണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം 2 കാര്യങ്ങളൊക്കെ അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു ബ്രസ്റ്റ് പമ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും വിയറബിൾ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ, കോഡഡ് പോലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഉള്ളത്, ഇപ്പോൾ കോഡഡിലാണെങ്കിൽ തന്നെ ഡബിൾ ബോട്ടിൽസ്, ഡബിൾ പമ്പ് എന്നാണ്, അങ്ങനെ ഡബിൾ പമ്പ് എന്നായിരിക്കും പറയുന്നത്. ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച കോഡിൽ ഒറ്റ സിംഗിൾ ബോട്ടിൽ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഡബിൾ ആയിട്ടുള്ള ബോട്ടിൽസ് വരുന്നുണ്ട്. അതായത് അറ്റ് എ ടൈം 2 ബ്രസ്റ്റിൽ നിന്നും പമ്പ് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽസും വരുന്നുണ്ട്. ഒന്നെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വിയറബിൾ ആയിട്ടുള്ളത് 2 വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. പക്ഷേ അത്രയും നല്ല കോസ്റ്റിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ ഒരു മിനിമം കോസ്റ്റ്, ഞാൻ കാണിച്ച ആ ഒരു ഇലക്ട്രിക് കോഡ്ലെസ് മിനിമം കോസ്റ്റിൽ വരുന്നതാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഓൺലൈൻ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ 20,000-30,000 വരുന്ന ഒക്കെ ബ്രസ്റ്റ് പമ്പ്സ് ഉണ്ട്. അപ്പം നല്ല സാധനങ്ങൾ, നല്ല ബ്രാൻഡിൻ്റെയൊക്കെ ഉണ്ട്. പക്ഷേ അത്രയൊന്നും നമുക്ക് എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എത്ര നാളത്തേക്കാണെന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഈ ലവ് ലാപ്പിൻ്റെ ഡബിൾ ബ്രസ്റ്റ് പമ്പ്സ് കിട്ടും. അതും അറൗണ്ട് 3,500 or 4,000 ഉള്ളിൽ എന്തായാലും വരുള്ളൂ. അപ്പം ഈ വിയറബിൾ ആണെങ്കിലും 2 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6,000 to 7,000 റേഞ്ചിലായിരിക്കും വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസിനനുസരിച്ച് നിങ്ങൾ മാക്സിമം ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ വിയറബിൾ വാങ്ങിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ്.
പിന്നെ കൂടുതൽ നമ്മൾ ലോ മിൽക്ക് സപ്ലൈ കാരണം നമ്മൾ കണ്ടിന്യൂസ് പമ്പ് ചെയ്യുന്ന അങ്ങനെ ഒരു ഓപ്ഷൻ ആണെങ്കിലും ഈ വിയറബിൾ വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ എന്തായാലും നല്ലത്. കാരണം ഇനീഷ്യലി നമുക്ക് ഒട്ടും ടൈം കിട്ടില്ല, കുട്ടിയെ നോക്കണം അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പോൾ ആ കൂടെ ഇതും കൂടി കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് എന്തായാലും നടക്കുകയില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു പോയിന്റും കൂടി ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ നല്ലതാണെങ്കിൽ ഏത് പമ്പ് യൂസ് ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ മാനുവലാണെങ്കിൽ ഇലക്ട്രിക് ആണെങ്കിലും മാനുവൽ പമ്പിങ് കയ്യിൽ ഏതിനെടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിൽക്ക് എടുക്കാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ഒന്നുകൂടി സജസ്റ്റ് ചെയ്യും ഇലക്ട്രിക് പോകുന്നത് തന്നെയായിരിക്കും കേട്ടോ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് കാണുന്ന പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കും ന്യൂ മോംസിനും ഇങ്ങനെ പമ്പിങ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പം നിങ്ങൾ ഈ പമ്പ് ചെയ്ത് കിട്ടുന്ന മിൽക്കിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ മിൽക്ക് സപ്ലൈ ഒരിക്കലും ജഡ്ജ് ചെയ്യരുതെന്നാണ് കേട്ടോ യൂഷ്വലി പറയുന്നത്. കാരണം ചിലവർക്ക് ഈ പമ്പ് വഴി നന്നായിട്ട് പമ്പ് ചെയ്ത് കിട്ടണമെന്നില്ല, അല്ലാണ്ട് കുട്ടി സക്ക് ചെയ്യുമ്പോൾ തന്നെ കുട്ടിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളൊരു കേസും ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഈ പമ്പ് വഴി കിട്ടുന്ന മിൽക്ക് എത്രയാണോ അതിൻ്റെ അളവ് നോക്കി നിൽക്കുന്ന മിൽക്ക് സപ്ലൈ കുറവാണ് കൂടുതലാണ് അങ്ങനെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ നിൽക്കട്ടെ കേട്ടോ. അപ്പം ഇത് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷനാണ്, അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.